ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷഹനാസ് ഹെൽത്തി വേൾഡ്. എൻ്റെ കമൻറ്റ് ബോക്സിലെ കുറച്ച് ആൾക്കാർ ഓരോരോ ഡൗട്ട്സും ഓരോരോ കമൻസും ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ക്ലിയർ ചെയ്ത് പോകാനാട്ടോ ഇന്ന് വന്നത്. പിന്നെ അതേപോലെ എൻ്റെ ഹെയർ സ്റ്റൈൽ കുറച്ച് ആൾക്കാർ പറയുന്നു അത് മാത്രം രസമല്ല. സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ ഹെയർ കോംബ് ചെയ്യാറില്ല. അപ്പം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോൾ കുറച്ച് വൃത്തിയും എന്നെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എൻ്റെ ഹെയറൊക്കെ കോംബ് ചെയ്ത് കെട്ടിയിരുന്നത്. പക്ഷെ ഞാനിപ്പോൾ അഴിച്ചു വിട്ടു കേട്ടോ. ഞാൻ ഇങ്ങനെ തന്നെയാണ് എൻ്റെ ഹെയർ സ്റ്റൈല്. ഞാൻ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് പോണിറ്റൈൽ കെട്ടും. പിന്നെ കുറേ സ്വെറ്റ് ആവുമല്ലോ, നമ്മൾ കുറേ വർക്കൗട്ട് കൊടുക്കുമ്പോഴും നമ്മൾ സ്വന്തം ചെയ്യുമ്പോഴൊക്കെ സ്വെറ്റ് ആകുമ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് അഴിച്ചിടാറാണ് ചെയ്യല്. അല്ലാണ്ട് ഒരു ഹെയർ സ്റ്റൈൽ ഞാൻ മുന്നോട്ടേക്ക് ഫോളോ ചെയ്യാറില്ല. ഓക്കെ, അപ്പം ഞാനിന്ന് വന്നത് കമൻറ്റ് ബോക്സിലുള്ള കുറച്ച് ഡൗട്ട്സ് ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ ഏജ് ചോദിക്കുന്നുണ്ട്, അതേപോലെ ഞാൻ എത്ര ടൈം എടുത്തിട്ടാണ് വെയിറ്റ് ലോസ് ആയതെന്ന് ചോദിക്കുന്നുണ്ട്. എൻ്റെ കുറച്ച് പഴയ ഫോട്ടോസ് കാണിച്ചു തരുമോ, വെയിറ്റ് ലോസിൻ്റെ സമയത്ത് ഡയറ്റ് ചെയ്തപ്പം ഹെയർ ലോസ് ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ള ഡൗട്ട്സ് ഉണ്ട്. അപ്പം ഞാനിന്ന് വന്നിട്ട് ആ ചെറിയ ചെറിയ ഡൗട്ട്സൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഷഹന, എനിക്ക് 31 വയസ്സുണ്ട്. എനിക്ക് 11 വയസ്സുള്ളൊരു മോളുണ്ട്. പിന്നെ ഞാൻ വെയിറ്റ് ലോസ് ചെയ്തത്, അതായത് എനിക്ക് ബോഡി വെയ്റ്റ് 92 kg ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഞാൻ 50 kg മാറിയത് ഓൾമോസ്റ്റ് 1 year എടുത്തിട്ടാണ് കേട്ടോ. അതിന് പ്രത്യേകിച്ച് കാരണമുണ്ട്. അതായത് ഞാൻ ആദ്യം ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു എന്നെക്കൊണ്ട് ഡയറ്റ് പ്ലാനും വർക്കൗട്ടും ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഒന്നാമതെന്ന് വെച്ചാൽ എൻ്റെ ബോഡി വെയ്റ്റ് കൊണ്ട് എനിക്കിത് ചെയ്യാൻ പറ്റണില്ല, അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവർക്കും ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവുമല്ലോ, ഒരു വെയിറ്റ് ലോസ് ജേണി തുടങ്ങാനുള്ള അങ്ങനത്തെ സ്റ്റാർട്ടിങ് ട്രബിൾ എനിക്കുണ്ടായിരുന്നു. പിന്നെ ഞാനതിനെപ്പറ്റി ഒരു ഡോക്ടറെ അടുത്ത് കൺസൾട്ട് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു പെട്ടെന്നൊരു വെയിറ്റ് ലോസ് ബോഡിക്ക് നല്ലതല്ല. കാരണം നമ്മൾ അത്രയും വെയിറ്റ് ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് നമ്മൾ ഒറ്റയടിക്ക് ഒരു 10 കിലോ 15 കിലോ ഒക്കെ കുറയുമ്പോൾ ബോഡിക്ക് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ ആ ഒറ്റയടിക്ക് കുറയുന്ന വെയിറ്റ് പിന്നെ വീണ്ടും ഗെയിൻ ചെയ്യാനുള്ള ചാൻസും കൂടുതലാണ്. അപ്പോൾ തനിക്ക് ഇനി വെയിറ്റിൽ ഇനി ഗെയിൻ ചെയ്യരുത്, ഇതുവരെ കുറച്ച് വന്ന വെയിറ്റ് ഇനി കൂടരുതെന്നുണ്ടെങ്കിൽ പതുക്കെ വെയിറ്റ് ലോസിലേക്ക് പോകാവൂ, അതാണ് തൻ്റെ ഹെൽത്തിന് നല്ലതെന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ടൈം എടുത്ത് 1 year കൊണ്ടാണ് 92 kg 50 kg വന്നത്. പക്ഷെ നമുക്കിപ്പം ഒരുപാട് കാര്യങ്ങളുണ്ട്. 1 month കൊണ്ട് നമുക്ക് 10 kg കുറയ്ക്കാം, 15 kg കുറയ്ക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട്. അപ്പം നമ്മളുടെ അടുത്തൊരു ക്ലയൻറ്റ്സ് വന്നിട്ട് പറയാണ്, എൻ്റെ കല്യാണമാണ്, എനിക്ക് ഒരു മാസം കൊണ്ട് 10 കിലോ കുറയ്ക്കണം അല്ലെങ്കിൽ 15 കിലോ കുറയ്ക്കണം എന്നൊക്കെ പറയുമ്പം നമ്മൾ ആദ്യം അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്നുള്ളത് അവർ പറഞ്ഞ് മനസ്സിലാക്കാറുണ്ട്. എന്തുകൊണ്ടാണ് പെട്ടെന്നൊരു വെയിറ്റ് ലോസ്, അത് ഇത്രയധികം വെയിറ്റ് ലോസ് പെട്ടെന്ന് വന്നാലുള്ള ബുദ്ധിമുട്ട് എന്തൊക്കെയാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാറുണ്ട്. പക്ഷെ അവരുടെ ആവശ്യങ്ങൾ അതാവുമ്പോൾ നമ്മളത് ചെയ്തു കൊടുക്കാറുമുണ്ട്. അപ്പം ഞാൻ പറയുന്നത് നിങ്ങൾ ഹെൽത്തി ആയിട്ട് വെയിറ്റ് കുറയ്ക്കുക, അതാണ് ഏറ്റവും ബെറ്റർ. പിന്നെ നല്ലൊരു ഡയറ്റ് പ്ലാൻ മുന്നോട്ടേക്ക് കൊണ്ടുപോകാം. ഞാൻ കൊണ്ടുപോയ ഡയറ്റ് പ്ലാൻ എന്ന് പറയുന്നത് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആണ്. ഞാൻ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് 16 to 8 അങ്ങനെയാണ്. അപ്പോൾ അതിൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാറില്ല, ലഞ്ച് കറക്റ്റ് ടൈമിന് കഴിക്കും, ഡിന്നർ മാക്സിമം ഒരു 7 o'clock, അതിൻ്റെ അപ്പുറത്തേക്ക് എൻ്റെ ഡിന്നർ പോവാറില്ല. അപ്പോഴത്തേക്ക് ഞാൻ ഏകദേശം ഒരു 3.5 ലിറ്റർ വാട്ടർ കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. ചില സമയത്ത് അത് 4 ലിറ്റർ വാട്ടർ ആവാറുണ്ട്. പിന്നെ ഞാൻ ജ്യൂസ് കഴിക്കാറില്ല, അതായത് ഒരു ഫ്രൂട്ടും ഞാൻ ജ്യൂസ് അടിച്ച് കുടിക്കാറില്ല. പിന്നെ കറക്റ്റ് ടൈം ഞാൻ ഫോളോ ചെയ്യാറുണ്ട് എൻ്റെ ഫുഡിൻ്റെ. പിന്നെ എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു ഈ ഡയറ്റിൻ്റെ സമയത്ത് ഹെയർ ലോസ് ഉണ്ടായിരുന്നു, നല്ല രീതിക്ക് ഹെയർ ലോസ് ഉണ്ടായിരുന്നു. പക്ഷെ അത് ഡയറ്റിൻ്റെ പ്രശ്നം കൊണ്ടല്ല, ഡയറ്റ് ഞാൻ തെറ്റായിട്ട് ചെയ്തത് കൊണ്ടാണ്, എൻ്റെ ഡയറ്റ് പ്ലാൻ ഞാൻ തെറ്റായിട്ട് എടുത്തത് കൊണ്ടാണ് എനിക്ക് ഹെയർ ലോസ് ഉണ്ടായിരുന്നത്. കാരണം ഡയറ്റ് എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് പട്ടിണി കിടക്കുക എന്നുള്ളത്. അപ്പം ഞാനും അങ്ങനെ തന്നെ വിചാരിച്ചിട്ട് എൻ്റെ ഫുഡിൽ നിന്ന് എൻ്റെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഞാനായിട്ട് സ്വയം കട്ട് ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് എനിക്ക് നല്ല രീതിയിൽ ഹെയർ ഫാൾ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, അതായത് നമ്മുടെ ഹെയറിന് വേണ്ട അയൺ കണ്ടൻറ്റ് കാര്യങ്ങളൊക്കെ നമ്മളെ ബോഡിയിൽ നിന്ന് പോകുന്നത് കൊണ്ടാണ്. അതിന് പകരമായിട്ട് നമ്മളൊന്നും കൊടുക്കുന്നില്ല, നമ്മൾ കട്ട് ചെയ്ത ഫുഡിന് പകരമായിട്ട് നമ്മളൊന്നും ഇൻടേക്ക് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ഹെയർ ഫാൾ ഉണ്ടായതെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ എൻ്റെ ഫുഡിൽ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് കുറേ ആഡ് ചെയ്തു, ഡേറ്റ്സ് കലോറി കൂടുതലുള്ള ഫുഡാണ്. പക്ഷെ നമ്മൾ ഒരു 2 dates ഒക്കെ കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ അതേപോലെ എഗ്ഗൊക്കെ ആദ്യം കഴിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ എൻ്റെ ഫുഡിൽ ഞാൻ എഗ്ഗൊക്കെ ഇൻക്ലൂഡ് ചെയ്തപ്പം എൻ്റെ ഈ ഹെയർ ഫാളിന് ഒരുപാട് ആശ്വാസം ഉണ്ടായി. അപ്പം അങ്ങനെയാണ് ഞാൻ എൻ്റെ ഹെയർ ഫാള് ഒരു പരിധി വരെ കുറച്ചത്. പിന്നെ അതേപോലെ ഞാൻ വൈറ്റമിൻ സപ്ലിമെൻറ്റ്സ് എടുത്തിരുന്നു. ഇങ്ങനത്തെ കുറച്ച് കാൽഷ്യം ഡെഫിഷ്യൻസിയും അത് തന്നെ വൈറ്റമിൻ സി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ കുറച്ച് വൈറ്റമിൻ ക്യാപ്സൂൾസും കാര്യങ്ങളൊക്കെ ആയിട്ട് സപ്ലിമെൻറ്റ്സ് ആയിട്ട് ഞാൻ എടുത്തിരുന്നു. പിന്നെ അതേപോലെ എൻ്റെ കുറച്ച് ഓൾഡ് ഫോട്ടോസ് കാണുമെന്ന് എല്ലാവരും പറയുന്നുണ്ട്. അപ്പം ഞാൻ എൻ്റെ ഓൾഡ് ഫോട്ടോസൊക്കെ നിരയായിട്ട് ഞാനിതാ
പിന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം. കുറേ ഫോട്ടോസ് എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. എൻ്റെ ഫോണൊക്കെ നാശമായപ്പോൾ കുറേ ഫോട്ടോസ് അങ്ങനെ പോയി. എന്നാലും എൻ്റെ കയ്യിലുള്ള ഫോട്ടോസൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ വെയിറ്റ് ലോസ് ആയപ്പം ഒരുപാട് പേര് പറഞ്ഞിരുന്നു, അയ്യോ പണ്ടത്തെ തന്നെയായിരുന്നു നല്ലത്, ഇപ്പം കാണാനൊരിതില്ല, പണ്ടത്തെ ആ ഒരു ചബ്ബിയായിട്ടുള്ള ആൾ തന്നെയായിരുന്നു നല്ലത്, പണ്ടായിരുന്നു കാണാൻ ഭംഗിന്നൊക്കെ അങ്ങനെ ഒരുപാട് അഭിപ്രായങ്ങളുണ്ട് കേട്ടോ. രണ്ട് സൈഡ് അഭിപ്രായമുണ്ട്. ഒരാൾക്കാർ പറയുന്നുണ്ട് ഇപ്പം കുറച്ച് എന്താ പറയുക ബോഡിയൊക്കെ ഒന്ന് ഒതുങ്ങി കാണാനൊരിതുണ്ട് എന്ന് പറഞ്ഞു. കുറേ ആൾക്കാർ പറഞ്ഞു അയ്യോ പണ്ടത്തെ തന്നെയായിരുന്നു നല്ലത്, ചബ്ബിയായിട്ട് കാണാൻ ആ രസം എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ രണ്ട് അഭിപ്രായങ്ങളുണ്ട്. പക്ഷേ എനിക്ക് പേഴ്സണലി പറയാനുള്ളതെന്ന് വെച്ചാൽ ആ തടി ഉണ്ടായിരുന്ന സമയത്ത് കാണാൻ ഭംഗിയുണ്ടെങ്കിലും എൻ്റെ ഹെൽത്ത് ഒട്ടും ഓക്കെ അല്ലായിരുന്നു. അതായത് ബാക്ക് പെയിൻ നല്ലോണം ഉണ്ടായിരുന്നു, നീ പെയിൻ മുട്ടുവേദന നല്ലോണം ഉണ്ടായിരുന്നു. ഒരു സ്ഥലത്തേക്ക് എല്ലാവരും ചാടി കയറുമ്പോൾ ഞാൻ മാത്രം പുറകിൽ ഇങ്ങനെ എഴഞ്ഞ് അങ്ങ് കയറുന്ന അവസ്ഥയായിരുന്നു. അപ്പോൾ അങ്ങനെ സ്റ്റെയർ കയറാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വണ്ണം വെച്ചിട്ട് എനിക്ക് സ്വയം തോന്നിയതാണ് കുറച്ച് കാണാൻ കുഴപ്പമില്ലെങ്കിലും പ്രശ്നമില്ല, ഒന്ന് ബോഡിയൊക്കെ ഒന്ന് ഒതുങ്ങുമ്പം എനിക്കിപ്പം നല്ല രീതിയിൽ ചാടാനും ഓടാനും ഒക്കെ പറ്റുന്നുണ്ട്. എൻ്റെ ബോഡി ഫ്ലെക്സിബിളായി കിട്ടിയിട്ടുണ്ട്. അപ്പം എനിക്ക് അതിൽ ഭയങ്കര ഒരു ഹാപ്പിനെസ് ഞാൻ കണ്ടെത്തി. അങ്ങനെയാണ് ഞാനിത് മെയിൻറ്റെയിൻ ചെയ്തത്. അപ്പം ഞാൻ എൻ്റെ ഓരോ ഫോട്ടോസായിട്ട് ഇങ്ങനെ കാണിച്ചു തരാം. അപ്പം നിങ്ങളതൊക്കെ കണ്ട് ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ. സത്യം പറഞ്ഞാൽ എൻ്റെ ഓൾഡ് ഫോട്ടോസൊക്കെ കാണിച്ചു തരാൻ എനിക്ക് നല്ല ചമ്മലുണ്ട് കേട്ടോ, നല്ല മടിയാണ്. പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു മോട്ടിവേഷൻ ആയിക്കോട്ടെ, ഒരു സെൽഫ് കോൺഫിഡൻസ് വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്നിപ്പോൾ എൻ്റെ ഓൾഡ് ഫോട്ടോസൊക്കെ കാണിച്ചു തരുന്നത്. കല്യാണം കഴിഞ്ഞ സമയത്ത് ഞാൻ തടി ഉണ്ടായിരുന്നു. പിന്നെ ആ തടിയിലേക്ക് ഞാൻ തിരിഞ്ഞു നോക്കിയിട്ടേ ഇല്ല. അത് ഡേ ബൈ ഡേ ഗെയിൻ ആയിക്കൊണ്ടിരിക്കുക എന്നല്ലാണ്ട് തടി കുറയ്ക്കുന്നതിനെ പറ്റിയിട്ട് ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ലായിരുന്നു. പിന്നെ മോളുടെ ഡെലിവറിയൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ വെയിറ്റ് ലോസ് ചെയ്യണം എന്നുള്ളത് ഒരു തീരുമാനത്തിലെത്തിയത്. കാരണം അപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞല്ലോ 92 kg, ഈ ഫോട്ടോസ് കണ്ടില്ലേ, ഏകദേശം 92 kg ആയിട്ടുണ്ട് ഈ ഒരു ടൈം ആയപ്പോഴത്തേക്കും. അപ്പോൾ പിന്നെ അത് കുറയ്ക്കാനല്ലാണ്ട് വേറെ നിവൃത്തി എനിക്കില്ലായിരുന്നു. പിന്നെ മോളുടെ ഡെലിവറി കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ കുറച്ചു. ഇപ്പോൾ ഞാനും മോളും കണ്ടില്ലേ. ഇപ്പോൾ ഞാൻ വളരെ ഹാപ്പിയാണ്. എനിക്കൊരു സെൽഫ് കോൺഫിഡൻസ് വന്നിട്ടുണ്ട്. നല്ലൊരു കോൺഫിഡൻസോട് കൂടിയിട്ട് ഇനി എൻ്റെ ജേണി ഞാൻ തുടങ്ങും. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.